ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 267 59ാമത്തെ ഉപനിഷത്തായിട്ട് തൈത്തിരീയ ഉപനിഷത്തിലെ 6ാമത്തെ അനുഭാഗമാണ് നോക്കുന്നത്. ഇതിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ബ്രഹ്മത്തിൽ ലയിക്കുന്നത്, ആ ഒരവസ്ഥയെ പറ്റിയെല്ലാമാണ് വിവരിക്കുന്നത്. അപ്പം മനോമയമായ പരബ്രഹ്മം, മനസ്സ് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ ബ്രഹ്മമായി കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മനസ്സിൻ്റെ രൂപത്തിൽ പ്രകടമാകുന്ന ആ പരബ്രഹ്മം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അത് ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് അങ്കുഷ്ഠമാത്രയായ ഒരു തള്ളവിരലിൻ്റെ അളവിൽ ഹൃദയത്തിലുണ്ടെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ ബ്രഹ്മം ഇരിക്കുന്നത് അത് ആകാശ സമാനമായ ഒരു പ്രദേശമാണെന്ന് പറയുകയാണ്. ആകാശത്തിലാണല്ലോ ബ്രഹ്മം ഇരിക്കുന്നത്, ഏറ്റവും വ്യാപിച്ചു കിടക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ ഒരു തള്ളവിരലിൻ്റെ അളവിലുള്ള ഭാഗത്ത് ഹൃദയത്തിൽ ആണ് ആ പരമാത്മാവ് സ്ഥിതി ചെയ്യുന്നത്. അത് ആകാശ സമാനമാണ്. ആകാശത്ത് അവ പ്രകാശവാനാണ്. അവിടെ നിന്നാണ് ആ പ്രകാശം, അതാണ് പ്രകാശം എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്ന നിലയിൽ എടുക്കേണ്ട, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത്. ശരീരത്തിലെ എല്ലാ ജീവാത്മാവിനെയും പരമാത്മാവിനെയും എല്ലാം അതിൽ നിന്നാണ് പരമാത്മാവിനെ തന്നെ പരമാത്മാവെന്നും പറയുന്നത്. അതിൽ നിന്നാണ് എല്ലാ ഇന്ദ്രിയങ്ങളെയെല്ലാം ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ട് പ്രവർത്തിപ്പിക്കുന്നത്. അതിന് നാശമില്ല, അത് അവിനാശിയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ എപ്പോഴും നിലനിൽക്കുന്നതാണ്. അത് നമ്മളെ ഹൃദയത്തിലും ഒരംശം നിലനിൽക്കുന്നുണ്ട്. മനോമയനുമാണ്. അതിനെ നേരത്തെ മനസ്സുമായിട്ട് ബന്ധിപ്പിച്ചു. അവിടെയാണ് മനസ്സിൻ്റെ സ്ഥാനം. ആ അന്തരാമിയായ പരമേശ്വരൻ വിരാജിക്കുന്നു. അവിടെയാണ് ഹൃദയത്തിൽ ഒരു ചെറിയ ഒരു തള്ളവിരലിൻ്റെ രൂപത്തിൽ അവിടെ അത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പരമേശ്വര പ്രാപ്തിക്ക് ഹൃദയത്തിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അപ്പം ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ ഈ ശരീരം മുഴുവൻ ബ്രഹ്മമാണെങ്കിലും ആ അനന്തമായി വിരാജിക്കുന്ന രൂപത്തിൽ ഹൃദയത്തിലാണ് വിരാജിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ മനസ്സെപ്പോഴും ഹൃദയത്തിൽ കേന്ദ്രീകരിക്കുക. ബ്രഹ്മസാക്ഷാത്കാരത്തിന് അതാണ് എളുപ്പം. അതെങ്ങനെയാണെന്നും പറയുകയാണ് അടുത്ത മന്ത്രത്തിൽ. അങ്ങനെ ഹൃദയത്തിൽ വിരാജിക്കുന്ന പരമേശ്വരൻ ഈ ശരീരം വിട്ടുപോകുമ്പോൾ, അതായത് നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ എന്തു പറ്റുന്നു? ഏത് മാർഗത്തിലൂടെ പോകുന്നു, ഏതിൽ ലയിക്കുന്നു എന്നല്ല അടുത്ത ഈ മന്ത്രത്തിലൂടെ പറയുകയാണ്. മനുഷ്യരുടെ വായൻ്റെ അകത്ത് താലുവിൻ്റെ ഇടയിലെ ആകാശത്തിൽ, താലുവിൻ്റെ ഇടയിലെ ആകാശം, താലുവിൻ്റെ ഇടയിലുള്ള ആ ആകാശം എന്ന് പറഞ്ഞാൽ മുഴുവൻ വ്യാപിച്ച് കിടക്കുകയല്ലേ. ആകാശത്തിൻ്റെ ഒരംശം വായിൻ്റെ അകത്തോട്ടും ചെല്ലുന്നുണ്ട്. താലുവിൻ്റെ ഇടയിൽ തൂങ്ങിക്കിടക്കുന്ന, അവിടെ ഒരു തൂങ്ങിക്കിടക്കുന്ന എന്തുണ്ട്? കുറുനാക്ക് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അത് നമുക്ക് വായി തുറന്നാൽ കാണാൻ പറ്റും. താലുവിൻ്റെ ഇടയിൽ ഒരു കുറുനാക്ക് മാതിരി ഒരു ചെറിയ നാക്ക് മാതിരി അവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ട്, ഒരു മാംസപിണ്ഡം. അതിൻ്റെ മുകളിലുള്ള കോശങ്ങളിൽ മൂലസ്ഥാനമായ ബ്രഹ്മരന്ധ്രം ഉണ്ട്. അവിടെയാണ് ബ്രഹ്മരന്ധ്രം സ്ഥിതി ചെയ്യുന്നത്. ആ താലുവിൻ്റെ മുകളിലായിട്ട് ബ്രഹ്മരന്ധ്രം എന്നൊരു സ്ഥാനം ഉണ്ട്. അവിടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട കുറുനാക്കിൻ്റെ ഇടയിൽ കൂടി കടന്ന് അവിടേക്ക് ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട ഒരു നാഡിയെപ്പറ്റി പറയുകയാണ്.
കുറുനാക്കിൻ്റെ ഇടയിൽ കൂടി കടന്ന് രണ്ട് കപോലങ്ങളെയും ഭേദിച്ച് പോകുന്ന സുഷുമ്ന എന്നൊരു നാഡിയുണ്ട്. അപ്പം സുഷുമ്ന എന്ന നാഡി ഹൃദയത്തിൽ നിന്നും കുറുനാക്കിൻ്റെ ഇടയിൽ കൂടി കടന്നിട്ട് രണ്ട് കപോലങ്ങളെയും ഭേദിച്ചിട്ട് പോകുന്ന സുഷുമ്ന എന്നൊരു നാഡിയുണ്ട്. അതാണ് പരമേശ്വരനെ പ്രാപിക്കുവാനുള്ള വാതിൽ. ആ സുഷുമ്ന നാഡി എത്തുന്ന ആ സ്ഥലത്തുനൂടെയാണ് നമ്മളെ പരമേശ്വര പ്രാപ്തി നേടേണ്ടത്. നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുമ്പോൾ ആ സുഷുമ്ന നാഡിയിൽ കൂടി വേണം നമ്മൾ. ആ സുഷുമ്ന നാഡി അവിടെ എത്തുന്ന സ്ഥലത്താണ് അതിൻ്റെ വാതിൽ. ആ വാതിൽ നിന്നാണ് ബ്രഹ്മരന്ധ്രത്തിലേക്ക് കടന്നു പോകുന്നത്. അന്ത്യകാലത്ത് ആ മഹാപുരുഷൻ ആ മാർഗത്തിൽ കൂടി ശരീരത്തിൻ്റെ വെളിയിൽ കടന്നിട്ട് അപ്പോൾ അതെന്ത് ചെയ്യും? ശരീരത്തിൻ്റെ വെളിയിൽ കടക്കും. ആ വഴിയിൽ കൂടി ശരീരത്തിൻ്റെ വെളിയിൽ കടന്നിട്ട് ഭൂ എന്ന അഗ്നിയിൽ സ്ഥിതി ചെയ്യുന്നു. ഭൂ എന്നത് ഭൂവം സ്വർഗം എന്നത് ഒന്ന് അഗ്നിയും എല്ലാമായിട്ട് നേരത്തെ പറഞ്ഞിട്ട് ഭൂ എന്നത് അഗ്നിയാണ്, ഭൂ എന്നത് ഭൂമിയാണ്. അതാണ് അതിൻ്റെ ഇരിപ്പിടം. അഗ്നി എന്ന് പറയുന്നത് ഊർജമാണ്. അപ്പം അഗ്നിയെ സ്ഥിതി ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ പ്രാണൻ, ഈ നമ്മൾ നാഡികളിലൂടെ സഞ്ചരിക്കുന്ന സിഗ്നൽ സിസ്റ്റത്തെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. ആ സുഷുമ്ന അവിടെ അഗ്നിയിൽ പോയി ചേരും. അപ്പം അഗ്നിയിൽ വന്നു ചേരുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മുടെ ആ അഗ്നിയാണ് ഊർജം. ഊർജമാണ് എന്തായിട്ട് പ്രവഹിക്കുന്നത്? നാഡികളിലൂടെ സിഗ്നലായിട്ട് പ്രവഹിക്കുന്നത്. ഇതപ്പം തിരിച്ച് അവിടത്തേക്ക് വരികയാണ്. അവിടെ നിന്നാണ് അഗ്നി പ്രവഹിക്കുന്നത്, ഭൂവിൽ നിന്ന്. ഭൂവാണ് അഗ്നി. അവിടെ നിന്നാണ് എനർജി നാഡികളിലേക്കെല്ലാം വ്യാപിക്കുന്നത്. ഈ തിരിച്ച് അവിടെ അഗ്നിയിൽ വന്നു ചേർന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും? ബ്രഹ്മജ്ഞാനി ബ്രഹ്മലോകത്തിലേക്ക് പോകുമ്പോൾ അത് ജ്യോതിർമയനായിത്തീരുന്നു. പിന്നെ അതിൻ്റെ അഗ്നിയുടെ രൂപമല്ല, ജ്യോതിസിൻ്റെ, അതായത് ഒരു ബലം, പ്രപഞ്ചത്തിൽ നിന്നും വരുന്ന ഒരു സൂര്യനിൽ നിന്നും മറ്റും വരുന്ന ഒരു ബലമാണ്. അത് ബലരൂപമാണ്, ജ്യോതിസ് രൂപമാണ്, അല്ലാതെ എനർജി രൂപമല്ല. എനർജി എന്ന് പറഞ്ഞാൽ നമ്മളെ വൈദ്യുതി രൂപമെല്ലാമാണ്. ആ ശരീരമെല്ലാം വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് പൾസുകളിലൂടെയാണ്, കെമിക്കൽ പൾസിലൂടെയാണ്. അതെല്ലാം എനർജിയാണ്, അഗ്നി രൂപമാണ്. ആ അഗ്നി ജ്യോതിർമയം എന്ന് പറയുമ്പം ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നത് ബലങ്ങളിലൂടെയാണ്. ആ ജ്യോതിസ്വരൂപമായി മാറിയിട്ട് അവ നമ്മളെ വായയുടെ അകത്ത് സ്ഥിതി ചെയ്യുന്നു. വായ എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, അതെന്താണ്? ആകാശമാണ്. വായൻ്റെ അകത്ത് ആകാശം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നില്ല ആകാശം തന്നെ. അത് അന്തരീക്ഷവും ആകാശം എന്നൊക്കെ പറയുന്നത് ഏകദേശം ബന്ധപ്പെട്ട് കിടക്കുന്നത്. അത് നമ്മളെ വായിലേക്ക് എത്തുന്നുണ്ട്. അപ്പം വായുവുമായിട്ട് ചേർന്നുകൊണ്ട് അത് അപ്പം വായുവിൻ്റെ അടിസ്ഥാനം വായുവായിട്ട് ചേരുകയാണ്. വായുവായിട്ട് ചേരുമ്പോൾ അതിൻ്റെ അടിസ്ഥാന ദേവത ഏതാണ്? ഭുവമാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വായു എന്നത് ഭുവമാണ്. മറ്റേ ഭൂ എന്നത് അഗ്നിയും, പിന്നെ അത് വായുരൂപമായിട്ട് ഭൂവുമായി ചേർന്നു. അത് അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് വേറൊരു തീയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് കഴിഞ്ഞതിൽ. അവ വായുവുമായി ചേരുന്നു എന്ന് പറഞ്ഞാൽ ഭൂവുമായി ചേർന്നു. പിന്നെ അത് അതിൻ്റെ സൂര്യലോകത്തിലേക്ക് എത്തിച്ചേരുന്നു. അന്തരീക്ഷത്തുനിന്ന് സൂര്യലോകത്തിലേക്ക് എത്തിച്ചേരുന്നു. കാരണം സൂര്യൻ ഏതാണ്? സ്വ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭൂമിയെയും അന്തരീക്ഷത്തെ
ഭൂമിയെയും സ്വർഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അന്തരീക്ഷം എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നൊരു വ്യാഖ്യാനത്തിലാണ് ഭൂമിയാണ് ഭൂ അല്ല അഗ്നിയാണ് ഭൂ, പിന്നെ വായുവാണ് ഭുവ, സ്വ എന്നത് സൂര്യനാണെന്ന് പറയുകയാണ്. അപ്പോൾ ആ ഒരു വ്യാഖ്യാനത്തിലൂടെ അഗ്നിയിൽ നിന്ന് വായുരൂപത്തിലുള്ള, അതായത് തേജസ് രൂപത്തിലേക്ക് മാറിയിട്ട് അഗ്നി തേജത്ത് സൂര്യനിൽ നിന്നുള്ള ആകർഷണ ബലരൂപത്തിലേക്ക് മാറിയിട്ട് തേജസ്സായി മാറിയിട്ട് അത് എവിടത്തേക്ക് പോകുന്നു? വായുവിൽ നിന്ന് നേരെ സൂര്യനിലേക്ക് എത്തിച്ചേരുന്നു. സൂര്യനിൽ നിന്നാണ് അപ്പോൾ ആ തേജസ് വന്നിരുന്നത്. നമ്മൾ ജനിക്കുമ്പോൾ സൂര്യനാണ് നാം സൃഷ്ടിക്കാധാരമായ ശക്തി ബലം വരുന്നത്. അത് വായുവിലൂട്ട് വന്നിട്ട് നമ്മളെ വായുവിലൂട്ട് അഗ്നിയുമായിട്ട് ചേരുന്നു, ഊർജവുമായിട്ട് ചേർന്നിട്ട് നാഡികളിലൂടെ ഹൃദയത്തിലേക്ക് എത്തുന്നു. വരുമ്പോഴും മൂർധാവിലൊരു സ്ഥാനമുണ്ടെന്നും പറയുന്നുണ്ട്. അതിലൂടെ കടന്നിട്ടാണ് വരുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. മൂർധാവിലൂടെ, അത് ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, മൂർധാവിലൊരു ദ്വാരത്തിലൂടെ കടന്നു വരുന്നതെന്നാണ് വേർത്തിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവിടെ ഒരു വഴി വെച്ചിട്ടുണ്ട് കയറാൻ വേണ്ടിയിട്ട്. എവിടെ എത്താൻ വേണ്ടിയിട്ട്? വായിലേക്ക്, ഹൃദയത്തിലേക്ക് എത്തുന്ന നാഡിയിലൂടെയാണ്. അപ്പോൾ വായുവിൽ നിന്ന് നാഡികളിലൂടെ ഹൃദയത്തിലേക്ക് എത്തും. ഏത്? സുഷുമ്ന നാഡിയിലൂടെ. അതെല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അവിടെ സൂര്യൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സൂര്യൻ എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മത്തിൻ്റെ, ആ എല്ലാം തികഞ്ഞ ബ്രഹ്മത്തിൻ്റെ മഹാരൂപമാണ്. ആ മഹാലോകത്തിലേക്ക് പോകുന്നു. അത് തന്നെയാണ് ബ്രഹ്മസ്ഥാനം. ജനിക്കുമ്പോഴും ബ്രഹ്മമാണ് തീരുമാനിക്കേണ്ടത്. ഒരു പ്ലാനുണ്ട്, അതിനനുസരിച്ച് ജനിപ്പിക്കുന്നു. അത് സൂര്യനിലൂടെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സൂര്യനിലൂടെ വായുവിലൂടെ കടന്നിട്ട് നമ്മളെ ഈ സുഷുമ്ന നാഡിയിലൂടെയാണ് ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്നത്. പോകുമ്പോഴും ഏകദേശം ഇതേ വഴിയിൽ കൂടി തന്നെയാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നത്. ബ്രഹ്മലോകത്തിലെ മഹാപുരുഷൻ തന്നെ പ്രകൃതിയുടെ അധിഷ്ഠാതാവ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പുരുഷനായി മാറുകയാണ്. പുരുഷനും പ്രകൃതിയും. പ്രകൃതിയുടെ അധിഷ്ഠാതാവ് ബ്രഹ്മം തന്നെയാണ്. കാരണം മനസ്സിൻ്റെ സ്വാമിയായ പരമാത്മാവിനെ അത് പ്രാപിക്കുന്നു. മനസ്സിൻ്റെ സ്വാമി നേരത്തെ പരമാത്മാവാണ്. മനസ്സ് തന്നെ പരമാത്മാവ് ബ്രഹ്മസമാനമായി കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെയാണത് പ്രാപിക്കുന്നത്. പ്രകൃതി മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രകൃതിയെല്ലാം നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? മനസ്സിലൂടെയാണ്. മനുഷ്യൻ്റെ മനസ്സില്ലെങ്കിൽ ഈ പ്രകൃതിയായിട്ടൊരു ബന്ധവുമില്ല. അതിനാൽ വാണി, ചക്ഷസ്, ശ്രോത്രം മുതലായ ഇന്ദ്രിയങ്ങളുടെ ദേവതയും, അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളുടെ ദേവതയും ബുദ്ധിയുടെ സ്വാമിയുമാണ്. അതെല്ലാം അവൻ അധീനനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആർക്ക്? ബ്രഹ്മത്തിന്. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഈ തരത്തിൽ എല്ലാ അവസാനം ബ്രഹ്മത്തിലേക്കാണ് പോയി ചേർന്നത്. ബ്രഹ്മത്തിൽ നിന്നാണ് സൂര്യനിലൂടെ നമ്മളിലേക്ക് കയറി വരുന്നത്. അപ്പം ഇതെല്ലാം തന്നെ നമ്മളെ ഇന്ദ്രിയങ്ങളെല്ലാം, നമ്മളെ ബുദ്ധിയെല്ലാം തന്നെ അതിന് മനസ്സിലൂടെയാണ് അത് ബ്രഹ്മവുമായി ബന്ധം സ്ഥാപിക്കുന്നത്. ഇനി അടുത്ത മന്ത്രത്തിൽ അങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ അവർ പ്രാപിക്കുന്ന ബ്രഹ്മം എങ്ങനെയാണെന്ന് പറയുകയാണ്. അവർ ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോഴുള്ള അവരുടെ അവസ്ഥ എന്താണെന്ന് പറയുകയാണ്. ഇങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്താണെന്നാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത്. ആ ബ്രഹ്മം ആകാശം പോലെ നിരാകാരനാണ്. ആ ബ്രഹ്മം ആകാശം പോലെ, നമ്മൾ ആകാശം നോക്കിക്കഴിഞ്ഞാൽ ഒരു
കാണാനൊക്കെ ആകാശം എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നുണ്ട്, അല്ലാതെ അവിടെ ഒരു സാധനമൊന്നുമില്ല, എന്തെല്ലാം ഒരു തോന്നലാണ്, അല്ലാതെ ആകാശത്തിൽ എന്താ ഉള്ളത്? നമ്മളിപ്പോൾ ആ ആകാശം കുടമാതിരിയെല്ലാം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ ഒരു കുടയില്ല, ഒരു ചുക്കും ഇല്ല, അതൊരു തോന്നൽ മാത്രമാണ്. അപ്പോൾ അതേപോലെ തന്നെ അവിടെ ഒന്നും തന്നെ ഇല്ല. അതുപോലെ നിരാകാരനാണ്, അതിന് രൂപമൊന്നും ഇല്ല. സർവവ്യാപിയാണ്, അതെല്ലായിടത്തും വ്യാപിച്ചു കിടക്കുകയാണ്. ആ ഒരവസ്ഥയിലേക്ക് നമ്മളെ മനസ്സ് മാറും. ഒരു വിശാലമായ തുറന്നു വെച്ച പുസ്തകം പോലെ നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ ആ അവസ്ഥയിലേക്കാണ് എത്തുക. സൂക്ഷ്മ ശരീരത്തോടു കൂടിയവൻ, അത് സൂക്ഷ്മ ശരീരമാണ്, നമ്മളെ ഈ ശരീരമല്ല, അത് അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ രൂപം, അതിന് രൂപവും ഭാവമൊന്നും ഇല്ലതാണ്, ഏകമാത്ര സത്യസ്വരൂപമാണ്, അതിന് ഭേദങ്ങളൊന്നുമില്ല, ഞാൻ എൻ്റേത് എന്ന ചിന്തയൊന്നും ഇല്ല, അത് ഏകമാത്ര സത്യസ്വരൂപമാണ്, സത്യം തന്നെയാണ് ബ്രഹ്മം. ആ സ്വരൂപമാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോഴുണ്ടാകുന്നത്. ഒരു തുറന്ന പുസ്തകം പോലെ, ഒരു പരമാനന്ദം, ഒരു ഗാഠനിദ്രയിൽ നമ്മൾ എന്തോ അനുഭവിക്കുന്ന പോലെയുള്ള അതിനെക്കാട്ടിയും വ്യത്യസ്തമായ ഗാഠനിദ്രയിൽ നമ്മളുണ്ടല്ലോ, ബ്രഹ്മത്തിൽ പോയി ലയിച്ചിട്ടില്ല. ബ്രഹ്മത്തിൽ ലയിക്കുമ്പോൾ അതിനെക്കാട്ടി എന്തോ ഒരു തുറന്ന ഒരു അനുഭൂതി. എല്ലാ ഇന്ദ്രിയങ്ങളും അതിൽ വിശ്രമിക്കുന്നു. അപ്പം ഞാനാകുന്ന ഇതായി മാറിയ എല്ലാ ഇന്ദ്രിയങ്ങളും ആ നിദ്രയിൽ, രാത്രി നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം നിദ്രയിൽ അകപ്പെടുന്നത് പോലെ ആ സമയത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങളുമെല്ലാം, ഇന്ദ്രിയങ്ങളുടെ ദേവതകൾ, ഇന്ദ്രിയങ്ങളെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിവിശേഷങ്ങളെല്ലാം തന്നെ അതിൽ പോയി ലയിച്ച് ഇരിക്കുന്നു. മനസ്സിനത് പരമാനന്ദമയമാണ്. അപ്പം ആ അവസ്ഥയിൽ ഒരു നല്ലൊരു പരമാനന്ദം, സുഖനിദ്രയിലുള്ള പരമാനന്ദം എന്താണ്? നമ്മളോട് ചോദിച്ചാൽ വ്യാഖ്യാനിക്കാനൊന്നും പറ്റില്ല. അതിനെക്കാട്ടിയുള്ള ഒരു അവസ്ഥ, ഒരു നല്ലൊരവസ്ഥ, സുഖനിദ്രയിലുള്ളതിലും വ്യത്യസ്തമായ ഒരവസ്ഥ, അതിനാണ് പരമാനന്ദദായകമാണെന്ന് പറയുന്നത്. മനസ്സിൽ തുറന്നൊരു പുസ്തകം പോലെയായിട്ട് മാറും. അത് അഖണ്ഡ ശക്തിയുടെ ഭണ്ഡാരമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാകുന്നതിന് പിന്നിലുള്ള ആ ശക്തിവിശേഷമുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ എത്രമാത്രം ശക്തി ഊർജം ഉപയോഗിച്ചിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നത് എത്രമാത്രം ശക്തിയെല്ലാം ഉപയോഗിച്ചിട്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു ഊർജത്തിൻ്റെ ഭണ്ഡാരമായിട്ടാണ് നമ്മളെ മനസ്സ് ചേർന്നിരിക്കുന്നത്. നമ്മളതായി മാറിയിരിക്കുകയാണ്. അത് അഖണ്ഡ ശാന്തിയുടെ ഭണ്ഡാരമാണ്. അത്രയും ശാന്തിയാണ് അവിടെ, മനസ്സിന് അത്രയും ശാന്തതയാണ് ലഭിക്കുക, വർണ്ണിക്കാൻ പറ്റില്ല. അവൻ അവിനാശിയാണ്, പിന്നെ അവൻ അവിനാശി, അവന് പിന്നെ നാശമില്ല. ആ അവസ്ഥയിൽ മനസ്സങ്ങനെ ലയിച്ചിരിക്കും. ഞാനെന്ന ചിന്തയല്ല ഉള്ളത്, എന്തോ ഒരു അനുഭൂതിയിൽ അങ്ങനെ ലയിച്ചിരിക്കും. ഇത്തരത്തിൽ ചിന്തിച്ചുകൊണ്ട്, ഈ അവസ്ഥ നമ്മൾ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ചിന്തയിലും ധ്യാനത്തിലും തൽപരതയോടെ ധ്യാനിക്കണം. ഇതിൻ്റെ നമുക്കുള്ള ഉപദേശമാണ്. ഈ ഒരവസ്ഥയാണ് നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരത്തിലൂടെ നേടുന്നത് എന്ന് എപ്പോഴും അത് ആ ഒരു ചിന്തയിൽ ലയിച്ചുകൊണ്ടേ, ചിന്തിച്ചും ധ്യാനിച്ചും കൊണ്ടേ ഇരിക്കുക. എന്നിട്ട് ഗുരു ശിഷ്യനോട് ഇങ്ങനെ പറയണം. അപ്പോൾ ഒരു ഗുരു ശിഷ്യനോട് പറയേണ്ട കാര്യം ഇതാണ്: ഹേ യോഗ്യ, നീ ഇതിന് യോഗ്യനാണ്. ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഒരു ശിഷ്യൻ വന്നു കഴിഞ്ഞാൽ അവന് യോഗ്യനാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവനോട് പറയണം, ഏ യോഗ്യ. യോഗ്യനാണെങ്കിലേ അവനെ ഉപദേശിക്കാൻ പാടുള്ളൂ, അല്ലാത്തവരുടെ അടുത്തൊന്നും ഇത് ഉപദേശിക്കരുത്. ഏ യോഗ്യ, നീ ആ ബ്രഹ്മസ്വരൂപത്തെ ഇപ്രകാരം കരുതി അതിൻ്റെ ഉപാസന നടത്തുക. ബ്രഹ്മം
ഇന്നതാണ്, ഈ രൂപത്തിലാണ് ഉള്ളത്. ഏതോ ഒരു ശാന്തമായ മനസ്സ് ആ അവസ്ഥയിലേക്ക് എത്തുന്ന നിലയിൽ അതാണ് ബ്രഹ്മം. അല്ലാതെ വേറെ നമ്മൾ ആഗ്രഹങ്ങളൊന്നും വെച്ചിട്ട് എനിക്ക് വലിയ കൊട്ടാരം കിട്ടണം, എന്നെ ദിവ്യമായ എന്തെങ്കിലും ശക്തികൾ കിട്ടണം, ഈ ഒരു ചിന്തയും വെച്ചുകൊണ്ടൊന്നുമല്ല ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഇറങ്ങേണ്ടത്. ഇങ്ങനെ ഒരു അവസ്ഥ, അതാണ് ബ്രഹ്മം എന്ന ചിന്തയോടുകൂടി അത് പ്രകാരം കരുതി അതിനെ ഉപാസന നടത്തുക, അതിനായിക്കൊണ്ട് നീ പോവുക. അല്ല വേറെ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് എന്നുള്ള ഒന്നും നേടാൻ വേണ്ടിയും ശ്രമിക്കരുത്. എനിക്ക് ആ ഒരു മനസ്സ് ആ അവസ്ഥയിലായി മാറണം എന്ന ഒരു ചിന്തയോടുകൂടി നീ ഉപാസന നടത്തുക. ഇതാണ് ആർക്ക് ഉപദേശിക്കേണ്ടത്? ശിഷ്യൻ ബ്രഹ്മജ്ഞാനത്തിനായി ആരെങ്കിലും സമീപിക്കുന്നുണ്ട് പറയുക, നീ എല്ലാ ആഗ്രഹങ്ങളൊന്നും വെച്ച് വെക്കരുത്. നിനക്ക് നേടേണ്ടത് മനസ്സ് ഒരു പ്രത്യേക ബ്രഹ്മത്തിൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് അതിന് രൂപമില്ല ഭാവമില്ല, ഒരു നിത്യശാന്തി, ആ അവസ്ഥ കിട്ടണമെന്നുള്ള ചിന്തയോടുകൂടി മാത്രം നീ അതിനെ ഉപാസിക്കുക.